നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെളുപ്പിക്കൽ വീഡിയോയുമായിട്ടാണ്. എന്താണ് വെളുപ്പിക്കൽ എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്നെ പോലെയുള്ള അമ്മമാരെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ശ്രദ്ധിക്കാത്തൊരു കൂട്ടത്തിലാണ്. നമ്മൾ കുട്ടിയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്നും ഗവനിക്കുകയില്ല. അപ്പം ഞാൻ അക്കൂട്ടത്തിലൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ടും മോശമാകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുഖം ഒന്ന് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഒന്ന് വെളുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അത് നിങ്ങളോടും കൂടെ ഒരുമിച്ചായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഫേഷ്യൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒരു ഫേസ് വാഷ് ഇട്ട് ഞാനൊന്ന് കഴുകി കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കൊന്ന് ഫേസ് വാഷ് ഒന്നിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് നൈസ RCM കമ്പനിയാണ്. നൈസയുടെ ഫേസ് വാഷാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടാണ് ഞാനിപ്പോൾ എൻ്റെ മുഖം ഒന്ന് വാഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എല്ലായിടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. മുഖം ഒന്ന് കഴുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് ഒന്ന് ഒപ്പിക്കൊടുക്കാം. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ കിടന്ന് തുടച്ച് ഇതാക്കരുത്, വെറുതെ ഒന്ന് ഒപ്പിക്കൊടുത്താൽ മാത്രം മതി. നമ്മൾ എന്ത് സാധനം മുഖത്ത് അപ്ലൈ ചെയ്യണമെങ്കിലും അതിനു മുമ്പായിട്ട് നമ്മൾ ഇതുപോലെയൊന്ന് മുഖമൊന്ന് ഫേസ് വാഷ് ഉപയോഗിച്ചോ എന്താണെങ്കിലും നിങ്ങളൊന്ന് കഴുകി കൊടുക്കണം. ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യണം. നമ്മുടെ ഫേസിനെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. തക്കാളി വെച്ചാണ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. തക്കാളി എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ ആസിഡ്സും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ തക്കാളി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ തക്കാളി രണ്ടായിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ തക്കാളി രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ മുഖത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തക്കാളി ഞാൻ എൻ്റെ മുഖത്തോട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ തക്കാളി അപ്ലൈ ചെയ്യുമ്പോഴേക്കും കണ്ടല്ലോ, മൊത്തത്തിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. നമുക്ക് ഫേഷ്യൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. പിന്നെ നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്നവരും ഉണ്ടാകും. എന്നാലും എന്നെപ്പോലെ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്സ് ആയിരിക്കും ഇത്. നല്ല രീതിയിൽ തന്നെ റബ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ബലം പിടിച്ച് ചെയ്യേണ്ട, നമുക്ക് പയ്യ രീതിയിൽ ആന്റി ക്ലോക്ക് വൈസ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കഴുത്തിലും കൂടെ ചെയ്യണേ. നമ്മൾ മിക്കവാറും ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യും, എന്നാൽ കഴുത്തിൽ അത് അപ്ലൈ ചെയ്യാൻ വിട്ടുപോകും. അപ്പം അത് ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോൾ മുഖത്തും കഴുത്തിൽ ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റോളം നമ്മളിത് ചെയ്ത് കൊടുക്കണം. ഞാൻ ഫേഷ്യൽ പുറത്ത് പോയി, അതായത് പാർലറിൽ പോയി ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയല്ല.
ചേട്ടൻ വരുമ്പോഴൊക്കെ അങ്ങനെ പോയി ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മുഖം, നമ്മുടെ ഫേസൊക്കെ നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആയിട്ടൊന്ന് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണല്ലോ. അതെ, ഞാനിത് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളമായി. ഞാൻ ഈ തക്കാളിയുടെ ആത്മാവിനെ വരെ നെക്കി പിഴിഞ്ഞെടുത്ത രീതിയിൽ എൻ്റെ മുഖത്ത് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഞാനിത് ചെയ്തപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഞാൻ ഇട്ടച്ച ഡ്രസ്സ് ഫുള്ള് വൃത്തികേടായി. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആകും. അപ്പം ഞാനിത് വീഡിയോ ഒക്കെ ആയതുകൊണ്ടും എന്താ ഈ ഒരു ഡ്രസ്സ് ഇട്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വീട്ടിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ദേ നമുക്ക് ഇനി ഇതൊരു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതേ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആകാൻ നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയാൽ മതി. അപ്പോൾ ദേ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അത് എൻ്റെ ഫേസൊക്കെ ഞാൻ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് മസാജ് ചെയ്യുക, നമ്മുടെ ഫേസിനെ ഒന്ന് മസാജ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ മസാജ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതേ മസാജിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ തക്കാളിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച ആ തക്കാളിയുടെ പകുതി ഭാഗമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹണിയാണ്. ഹണി ഇവിടെ ഞാൻ RCMൻ്റെ ഹണിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഹണി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിലെ ആക്നെയൊക്കെ ആയിട്ട്, അതായത് നമ്മൾ ഈ മുഖത്തിനുണ്ടാകുന്ന ആ ഒരു കറുത്ത പാടുകളില്ലേ, നമ്മുടെ മുഖക്കുരുവൊക്കെ വന്ന് ഉണ്ടാകുന്ന ആ ഒരു കറുത്ത പാടുകൾ, അതൊക്കെ പോകാൻ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് ഹണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹണി കൂടി ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണോളം ഹണിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആ തക്കാളിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഉള്ളൊരു മസാജിങ് ആണ് ഞാനിവിടെ എൻ്റെ ഫേസിൽ ചെയ്യുന്നത്. ഒപ്പം നമ്മുടെ കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളൊരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റംസ് ആണ് ഇതൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിലയുണ്ടെന്നോ അങ്ങനെയൊന്നും നമ്മൾ ഓർത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ചെയ്യാതിരിക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു സ്ക്രബെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലതാണ്. മൊത്തവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്ക്രബെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്ത് കൊടുക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ മൊത്തത്തിലുള്ള ഒരു ഫേഷ്യൽ ചെയ്യുക. ഇതിനെ വേണ്ടുവോളം ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് വേറൊരാളുടെ ഒരു സഹായവും വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഞാനിത് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വാഷ് ചെയ്യാതെ തന്നെ നമുക്ക് വേറൊരു പരിപാടി കൂടെ നമുക്കിതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഡീറ്റാൻ ആണ്. അപ്പോൾ നമ്മുടെ ഫേസിനൊരു ഡീറ്റാൻ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താണ് എടുക്കുന്നത്, എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഡീറ്റാൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് തക്കാളി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് രണ്ടായിട്ട് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് നമുക്കിത്
ഈ ഒരു ബ്രൂവിൻ്റെ ഒരു എന്താണ് കോഫി പൗഡറാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു തക്കാളിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത് ചെയ്ത് ഈ തക്കാളിയിലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഡീറ്റാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിതൊന്ന് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുകയാണേ. ആദ്യം ഞാൻ എല്ലായിടവും ഒന്ന് എത്തിച്ചു കൊടുക്കുവാണ്. കഴുത്തിലും മുഖത്തും ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്ന് മസാജ് ചെയ്യാം. കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലൊക്കെ നല്ലതുപോലെ ടാനൊക്കെ ഉള്ളത് ഇത് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസിലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്രൂ തന്നെ എടുക്കണമെന്നില്ല. കോഫി പൗഡർ എന്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ത് കോഫി പൗഡറാണുള്ളത് അത് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ മുഖത്ത് അത് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ചെയ്തിട്ടൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ടവൽ വെച്ചൊന്ന് ഒപ്പിക്കൊടുക്കാം. ഞാൻ എൻ്റെ ഫേസ് നല്ലതുപോലെ ഒന്ന് ഒപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആ ഫേസ് പാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം ആദ്യം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടലമാവ് എടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പാല് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ അടുപ്പൊന്ന് കത്തിച്ച് തീയൊന്ന് കുറച്ചിടുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് വെറുതെ പാലിൽ നമുക്ക് നനച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് പാലിൽ ഈ ഒരു പൊടി ഇങ്ങനെ ഒന്ന് കുറുക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ഇച്ചിരി കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് നമ്മുടെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ എന്ത് സാധനമാണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഞാൻ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കഴുത്തിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആബുക്കുട്ടന് ഇത് കണ്ടിട്ട് പേടിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. പക്ഷെ അവനൊരു പേടിയുമില്ല. അവൻ എൻ്റെ അടുത്ത് നോക്കുന്നത് കണ്ട് ഇതെന്ത് കോലോ എന്നുള്ള രീതിയിൽ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റ് വെക്കണം. അപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അമ്മച്ചിക്കും കൂടെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിനെ പിടിച്ച് വലിച്ച്, അമ്മച്ചിക്ക് താല്പര്യമില്ല, എന്നിട്ട് അമ്മച്ചിനെ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നൊക്കെയാണ്. അപ്പോൾ അമ്മച്ചിക്കും കൂടെ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോയണേ. അപ്പം അമ്മച്ചിയുടെ ഫേസിൽ ഞാനൊന്ന് ജസ്റ്റ് കഴുകി എടുത്തിട്ടുണ്ട്. അമ്മച്ചിക്ക് സ്ക്രബും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അമ്മച്ചി ഇത് തന്നെ നിൽക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പിടിച്ച് നിറച്ച് ചെയ്യാൻ പോയത്. ആബു കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം, എല്ലാവരും തേക്കുന്നുണ്ടല്ലോ. അമ്മച്ചി ഒരു ഫേസ് വാഷ് പോലും ഇട്ട് മുഖം ഒന്നും കഴുകാറില്ല. ഇപ്പം അമ്മച്ചി ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് പറഞ്ഞു അമ്മച്ചിക്ക് അതാ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇതൊന്നും ചെയ്ത് കാണിക്കല.
അത് അമ്മച്ചിയുടെ മുഖത്തും എൻ്റെ മുഖത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊന്ന് കുളിച്ച് റെഡിയാകാൻ പോവുകയാണ്. കാര്യം എൻ്റെ ഡ്രസ്സൊക്കെ ഫുള്ള് അഴുക്കായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞാനിത് കുളിക്കുമ്പോൾ ഒരു സമയത്തും ഞാൻ കുറച്ച് കടലമാവ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ശരീരത്ത് ഫുൾ പുരട്ടി കുളിക്കാമെന്ന് ഞാൻ കരുതുന്നത്. അപ്പം ഞാനത് അങ്ങനെ എൻ്റെ ശരീരത്തെ ഫുള്ള് പുരട്ടി ഞാനത് കുളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മച്ചിക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അമ്മച്ചിയുടെ മുഖമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ എൻ്റെയും മുഖം കഴുകിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണേ. ഇത് RCMൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണേ. നമുക്ക് നിത്യം ഉപയോഗിക്കാൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.